പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ എൻ്റെ കൈ പിടിച്ച് സംസാരിക്കുന്ന ആൾക്ക് ചുറ്റും 2-3 സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബസ് വന്നു. അപ്പോൾ ബസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ബസ്സിൽ കയറണമെന്നുണ്ട്. പക്ഷെ മൂപ്പരെൻ്റെ കൈ പിടിച്ചിങ്ങനെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഊരി പോരാൻ വയ്യ. അപ്പോൾ സംസാരം കഴിഞ്ഞ് വിട്ടപ്പോൾ ഞാൻ ഓടി. അപ്പോൾ കൂടെ ഇരുന്ന ആളുകൾ പറഞ്ഞു, അയാളെ ബസ് പോയല്ലോ, ആ ബസ്സിൽ പോകാൻ നിന്നായിരുന്നു, ബസ് പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കും വിഷമായി. എന്നോട് സംസാരിച്ച അദ്ദേഹത്തിന് വിഷമായിട്ടുണ്ടാവും. കൂടെയുള്ളവർ പറഞ്ഞു അദ്ദേഹം കയറേണ്ട ബസ്സായിരുന്നു, അത് പോയല്ലോ. അപ്പം എനിക്ക് നിരാശയായി. പക്ഷേ ആ ബസ് കിട്ടിയ സമയത്തിന് എത്തണമല്ലോ. അപ്പോൾ ആ ബസ് പോയി എന്ന് പറഞ്ഞ് ഞാനും അവിടെ ഇങ്ങനെ നിന്നു. അപ്പം എൻ്റെ അടുത്ത് ഒരാൾ നിൽപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എവിടെ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പട്ടാമ്പിയാണ് പോകേണ്ടത്. അപ്പോൾ ഇനി അടുത്ത ബസ് എപ്പോഴാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ ഒരു ബസ് കണ്ടക്ടറാണ്. അയാൾ പറഞ്ഞു, അടുത്തത് എൻ്റെ ബസ്സാണ് വരുന്നത്, അതിനുശേഷം നിങ്ങൾക്ക് ത്രൂ ആയിട്ട് ഇവിടുന്ന് പട്ടാമ്പി പോകുന്ന ഒരു ബസ് വരുന്നുണ്ട്. അങ്ങനെ ആ ബസ്സിനെ കുറിച്ച് പറഞ്ഞു. ബസ്സിൻ്റെ സമയങ്ങൾ ഓരോ സമയങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ശരിക്കും എനിക്കത് ഒരു ട്രാജഡി അല്ല, മറിച്ച് എനിക്കൊരു ഭാഗ്യമാണ് ഉണ്ടായത്. അന്നേരം ഒരു നിരാശ ഉണ്ടായെങ്കിലും എനിക്ക് പിന്നെ മറ്റൊരു ചെർപ്പളശ്ശേരി വരണം, പിന്നെ അവിടുന്ന് പട്ടാമ്പി ബസ്സിൽ കയറണം, അല്ലെങ്കിൽ വളാഞ്ചേരി ബസ്സിൽ കയറണം, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെയാണ് വരേണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടതും ഇദ്ദേഹം പറഞ്ഞതും അതോടുകൂടി എനിക്ക് നേരെ പട്ടാമ്പിയിലേക്കുള്ള ഒരു ബസ് കിട്ടി എന്നതാണ്. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അന്നേരം ഒരു വിഷമം ഉണ്ടായി. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അതൊരു വിഷമമല്ല, മറിച്ച് അതൊരു ഭാഗ്യമാണ്. പലപ്പോഴും നമ്മൾ നഷ്ടത്തിൻ്റെ കണക്കുകളാണ് എണ്ണ. അയ്യോ നഷ്ടപ്പെട്ടല്ലോ, അത് കിട്ടിയില്ലല്ലോ. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സൗഭാഗ്യം, അല്ലെങ്കിൽ അത് കിട്ടാതിരുന്നാൽ പിന്നെയും വരുന്ന നല്ല വശങ്ങളെക്കുറിച്ച് പലപ്പോഴും ആലോചിക്കുന്നില്ല എന്നാണ്. ഒരു ദമ്പതികളിങ്ങനെ എയർപോർട്ടിൽ നിൽക്കുകയായിരുന്നു. അവർ ഫ്ലൈറ്റ് എത്തേണ്ട സമയമായി, പക്ഷേ എത്തുന്നില്ല. അവസാനം ഫ്ലൈറ്റ് എത്തിയപ്പോൾ ഇവർക്ക് കയറാനും പറ്റില്ല, ഫ്ലൈറ്റ് പോയി. ഇവർ നിരാശയോടെ മടങ്ങുന്ന സമയത്ത് അവർ കേൾക്കുന്ന വാർത്ത ആ ഫ്ലൈറ്റ് ക്രാഷായി എന്നതാണ്. അപ്പം അതുവരെ അവർ ആ ഫ്ലൈറ്റിനെ കുറിച്ചും അവിടെ ഉള്ളവരെ കുറിച്ചൊക്കെ കുറ്റം പറഞ്ഞ് വിഷമിച്ചിരുന്ന അവർ ഇത് കേട്ടപ്പോൾ രക്ഷപ്പെട്ടല്ലോ എന്നൊരു സമാധാനം. അപ്പോൾ എന്തിന് നമുക്ക് പോസിറ്റീവായി കണ്ടാൽ നമുക്കെല്ലാം നമ്മുടെ നന്മയ്ക്കും ഗുണത്തിനും നല്ലതിനും മാത്രമായിരിക്കും. അതുകൊണ്ട് കാഴ്ചകൾ എപ്പോഴും മനോഹരമാവട്ടെ, നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കട്ടെ. നന്ദി. കാറിലാണ് വന്നിട്ടുള്ളത്. വരുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഗ്രാമപ്രദേശങ്ങളിലൂടെയും നഗരപ്രദേശങ്ങളിലൂടെയുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ എത്തുമ്പോഴുള്ള പ്രത്യേകതയെക്കുറിച്ച് പറയുന്നതാവും കുറച്ചും കൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ മലപ്പുറത്തിൻ്റെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ അതിർത്തിയിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ അവിടെ കൂടുതൽ വ്യവസായത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകളും ഒരുപാട് തിരക്കേറിയ റോഡുകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ എത്തുമ്പോൾ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. ഇവിടെ വയലുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വയലുകൾ വളരെ അത്യപൂർവമായി മാത്രമേ വയലുകൾ കാണാറുള്ളൂ. ഇവിടെ ഗ്രാമപ്രദേശമാണ്, വയലുകളുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോഴുള്ള പ്രശ്നം, ഞാൻ പണ്ട് ബൈക്കിന് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ റോഡും ഒരേ മാതിരിയാണ് തോന്നുക. കാരണം രണ്ട് സൈഡിലും വയലുകളാണ്, അപ്പുറത്ത് തികച്ചും ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ട് ഈ യാത്രേനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ മനുഷ്യർ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കൂപമണ്ഡൂപങ്ങളായി ഒരു സ്ഥലത്ത് മാത്രം ഇത്ര ഒരു 10-50 വർഷം ജീവിക്കുന്ന ഒരാളായി ഒതുങ്ങിപ്പോകുന്നതിന് പകരം വ്യത്യസ്തരായ മനുഷ്യരെ, വ്യത്യസ്തരായ സ്ഥലങ്ങളെ പരിചയപ്പെട്ട് യാത്രകൾ കൂടുതൽ ചെയ്ത് കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാക്കി സഹജീവികളുമായി സഹവർത്തിത്വം പുലർത്തി ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. അതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ പ്രസംഗകല സ്വായത്തമാക്കാൻ കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് പ്രസംഗ ക്ലാസ്സിന് പങ്കെടുക്കണം എന്നുള്ളത് ഒരാശങ്കയിലായിരുന്നു. കാരണം ഒരാഴ്ചയായിട്ട് നല്ല തിരക്കാണ്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി നേരം വെളുത്തപ്പോൾ എണീറ്റിട്ട് ചൊവ്വാഴ്ചയാണ് കിടക്കുന്നത്. അത്ര തിരക്കേറിയ ദിവസങ്ങളായിരുന്നു. കാരണം ഓണം അതുപോലെ തന്നെ നബിദിനം കൂടി ഒരുമിച്ച് വന്നതുകൊണ്ടുള്ള വലിയൊരു പ്രയാസത്തിലായിരുന്നു. അപ്പോൾ ഇന്ന് പങ്കെടുക്കണോ വേണ്ടേ എന്നുള്ളൊരു ആശങ്കയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വരുണ് മെസ്സേജ് അയക്കുന്നത്, നാളെ പറ്റുകയാണെങ്കിൽ ഞാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി മൂസാജിൻ്റെ പേരും ഗ്രൂപ്പിൽ കാണുന്നുണ്ട്. മൂസാജി ഈ പരിപാടിയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ മൂസാജിയുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു സംഭവമാണ്.
അതിന് പ്രത്യേകിച്ച് മെഡിസിനുകളോ അല്ലെങ്കിൽ ഭക്ഷണമോ മറ്റൊന്നും വേണ്ട. മുസാജിയുടെ കൂടെയുള്ള ഒരു അല്പസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ എന്തെനിക്കുള്ള പ്രത്യേക ഒരു എനർജിയൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും മൂസാജി ഉണ്ട്, പ്രത്യേകിച്ച് വരുണൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നാളെ രാവിലെ തന്നെ ഉച്ചക്കാണല്ലോ, അപ്പോൾ രാവിലെ പണിക്കാരോടൊക്കെ പറഞ്ഞ് നേരത്തെ വരണം, അതിന് 1-2 സൈറ്റുകളൊക്കെ കാണിക്കാണ്ട് ഒക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പിന്നീടാണ് മെസ്സേജ് കാണുന്നത് രാവിലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പണിക്കാരെ വീണ്ടും വിളിച്ച് രാവിലെ 7 മണിൻ്റെ മുമ്പ് എത്തണം, സൈറ്റൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കാണിച്ചിട്ടാണ് രാവിലെ ഒരു 8:30 മണിയോട് കൂടിയിട്ട് വരുണ് നമ്മുടെ അടുത്തെത്തി. അവിടുന്ന് ഒരുമിച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. യാത്രയിൽ പ്രത്യേക കാഴ്ചകളൊന്നും കണ്ടെന്ന് പറയാനില്ല. സാധാരണഗതിയിൽ നമ്മൾ പോരുമ്പോൾ കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു വാഹനം ഓടിക്കുന്ന ആളെന്നുള്ള നിലയിൽ നമ്മുടെ എതിരെ വരുന്ന വാഹനങ്ങൾ, നമ്മുടെ വാഹനം സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് കൊണ്ട് തന്നെ പുറം കാഴ്ചകളിലേക്ക് അധികം കണ്ണ് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ നോക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് വലിയ അപകടങ്ങളിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് നമ്മുടെ വാഹനം സുരക്ഷിതമായി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അവിടെ നിന്നിട്ട് ഇതുവരെ മനസ്സിലുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ട് മഞ്ചേരി കഴിഞ്ഞ് ആനക്കായത്ത് വെച്ചിട്ട് ഇരുമ്പോയി മൂസാജി വാഹനത്തിൽ കയറി. പിന്നീട് നമ്മൾ മറ്റൊരു ലോകത്തായി സംസാരങ്ങൾ. വാഹനം അങ്ങനെ ഓടിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ നാട്ടുവർത്താനങ്ങളും മൂസാജിയുടെ കുറേ കഥകളും മൂപ്പര് ഗൾഫിൽ പോയതും അതുപോലെ തന്നെ മൂപ്പര് പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസം, ഇവരെ മലയാളം പഠിക്കാത്തതും ഇങ്ങനെയുള്ള വിഷയങ്ങളായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ. മാത്രമല്ല ഇന്ന് സാധാരണത്തിൽ വ്യത്യസ്തമായിക്കൊണ്ട് എന്നും ഞാനായാലും മൂസാജിയൊക്കെ ആയാലും ഭക്ഷണം കഴിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. ഞാൻ സാധാരണ ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ എവിടേക്ക് പോവുകയാണെങ്കിലും. അതിനിപ്പോൾ എത്ര നേരത്തെ ഇറങ്ങുകയാണെങ്കിലും, ഇനിയിപ്പോൾ ഭാര്യ ആയാലും ഉമ്മയായാലും, ഇപ്പോൾ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിലും 3 മണിക്ക് ഇറങ്ങുകയാണെങ്കിലും ഇത് പുലർച്ചെ 2 മണിക്കായാലും, കാരണം വർക്കുള്ളത് നമ്മുടെ വർക്ക് അങ്ങനെ ആയതുകൊണ്ട് പല സമയങ്ങളിലാണ് ഇറങ്ങുക. ഇതൊക്കെ ആണെങ്കിലും ഭക്ഷണം അവർ റെഡിയാക്കി തരും. ഇന്ന് മൂസാജി പറഞ്ഞ് രാവിലെ നാട്ടിലെ മരണമുള്ളതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം. അത് ഒരുപാട് ദൂരം പോകുന്ന ഏകദേശം ഇവിടെ എത്താൻ അടുത്ത സമയത്താണ് മൂസാജി ഈ വിവരം പറയുന്നത്, ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴി വെച്ച് നമ്മളെ ഈ പാലത്തിൻ്റെ അടുത്തുണ്ട് ഒരു ഹോട്ടൽ, ഇവിടെ ഈ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവിടെ കയറി ലഘുവായിട്ട് മൂസാജിക്ക് ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ച് ഞാനും വരുന്ന ഒരു ചായയും കടിയൊക്കെ കഴിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് ലൈറ്റായത്, അല്ലെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് എത്തുമായിരുന്നു. പിന്നെ പോരുന്ന വഴിയിൽ ഇപ്പോൾ പഴയ പോലെയല്ല, ഈ ഒരു മഴക്കാലം കഴിഞ്ഞതിന് ശേഷം, മഴക്കാലം കഴിഞ്ഞിട്ടില്ല, മഴക്കാലത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണല്ലോ ഈ സമയമായപ്പോൾ ഇതിന് ഏകദേശം നമ്മുടെ റോഡുകളൊക്കെ തന്നെ വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ പോരുന്ന മേഖല എന്ന് പറയുന്നത് ടൗണുകളെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടാണ് ഞങ്ങൾ ഈ യാത്ര, ഇങ്ങോട്ടുള്ള യാത്ര. ഞങ്ങൾ പോരുന്ന സമയത്ത് വളാഞ്ചേരി ടച്ച് ചെയ്യാറില്ല. നമ്മുടെ മങ്കട കോളേജിൻ്റെ ആ റൂട്ടിന് കയറിയാൽ വളരെ ഷോർട്ടാണ് നമുക്ക്. അതുപോലെ തന്നെ കൊളത്തൂർ അങ്ങനെയാണ് ടച്ച് ചെയ്തത്. മലപ്പുറം ടൗണിലേക്ക് എത്താതെ, മുസാജിനെ വളാഞ്ചേരിയിൽ നിന്ന് കയറ്റിയാൽ മലപ്പുറം ടൗണിലേക്ക് എത്താതെ അതിൻ്റെ ഷോർട്ട് കട്ട് പിടിച്ച് ഇട്ടാണ് ഈ കൊളത്തൂർ വഴി, അങ്ങനെയാണ് നമ്മൾ പോരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഗ്രാമീണ റോഡുകളാണ് കൂടുതലായിട്ടും. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പത്തപ്പിരിയ മുതലുള്ള മലപ്പുറം വരെയുള്ള സ്ഥലങ്ങളിലാണ് ശരിക്കും ടൗണുള്ളൂ. മലപ്പുറം കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഗ്രാമീണ മേഖലയിലെ റോഡുകളാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ റോഡുകളൊക്കെ തന്നെ തകർന്നത് കൊണ്ടുള്ള ഒരു യാത്രാപ്രയാസവും, പ്രത്യേകിച്ചൊരു വണ്ടി ഓടിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ റോഡിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. മുസാജി ഇങ്ങനെ മുന്നിലിരിക്കും, മുസാജി ഡ്രൈവ് ചെയ്യണോടെ മുസാജി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, നോക്കിയാ അമ്പുണ്ട് കേട്ടോ, അമ്പുണ്ട് അല്ലെങ്കിൽ കുയ്യുണ്ട്. ഞാനൊരു സാധാരണ ഡ്രൈവർമാരെ മുന്നിൽ ഇരുത്തരുതെന്നാണ് പഴയ കാരണന്മാരൊക്കെ പറയില്ല. ഇത് പഴയ ഡ്രൈവർമാരൊക്കെ പറയില്ല. കാരണം എന്താ വെച്ചാൽ ഓലും ബ്രേക്ക് ഔട്ടും സ്വാഭാവികമായിട്ടും, കാരണം ബ്രേക്ക് കയ്യിലില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചവിട്ടും. അപ്പോൾ മുസാജി ഇടയ്ക്ക് ഇങ്ങനെ പറയും കുയ്യുണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ പ്രത്യേകം ഓരോ ക്ലാസ്സുകളൊക്കെ തന്നിട്ടാണ്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് കുറേ കാഴ്ചകളെ കുറിച്ചല്ല, മൂസാജിയെ പോലുള്ള ഒരുപാട് ആളുകൾ നമ്മളെ ജീവിതത്തിലൊക്കെ തന്നെ നമ്മളെ ഒരുപാട് പുരോഗതിയിലെത്താൻ സഹായിക്കുന്ന ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളുകളാണ് മൂസാജിയെ പോലുള്ള ആളുകളൊക്കെ. ഞാൻ മൂസാജിനെ ഇരുത്തി അല്ലെങ്കിൽ ഒരുപാട് പുകഴ്ത്തല്ല, ഉള്ള സത്യങ്ങൾ നമുക്കൊക്കെ പാഠമാണ്. നമ്മളെ ജീവിതത്തിൽ ഒരുപാട് മറ്റുള്ള ആളുകളുടെ അനുഭവങ്ങളാണ് നമുക്കൊക്കെ പാടാക്കാൻ കഴിയും. അതിലൂടെയൊക്കെ നമ്മുടെ വിജയം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങളെത്തിയ നേരത്തെ വരും സൂചിപ്പിച്ചതുപോലെ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങോട്ട് പോരുമ്പോൾ കുറേ നെൽവയലുകളും പാടങ്ങളും
അല്ലെങ്കിൽ പ്രകൃതിയോടും കൃഷിയോടും ഇണങ്ങി ചേർന്നിട്ടുള്ള, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയുടെ ഒരു ഭാഗമായി വരുന്നത് കൊണ്ട് തന്നെ ഇത് നമ്മൾ വളാഞ്ചേരി എന്നൊക്കെ പറയും, ശരിക്കും പാലക്കാട് ജില്ലയിലാണ് എത്തി നിൽക്കുന്നത് അല്ലേ? പാലക്കാട് ജില്ലയോട് എത്തി നിൽക്കുകയാണ് നമ്മൾ. ഇപ്പോൾ നമ്മളവിടെ നിന്നൊക്കെ പറയും എവിടെക്കാൻ പോണേ, വളാഞ്ചേരിയാണ്. അപ്പോൾ എല്ലാവരും കരുതുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി, പക്ഷെ വളാഞ്ചേരിയിലാട്ടിലും ദൂരക്കുറവാണ്. വളാഞ്ചേരി ടൗണിലേക്ക് പോകുന്ന അത്ര ദൂരം വരുന്നില്ല ഞങ്ങൾ അവിടുന്ന് ഈ പറയുന്ന റൂട്ടിലൂടെ വരുമ്പോൾ. അപ്പം അത്രയും സ്ഥലങ്ങളിലാണ്. അപ്പോൾ പ്രകൃതിയോടെ ഇണങ്ങി ചേർന്നിട്ടുള്ള നല്ലൊരു അന്തരീക്ഷമുള്ള സ്ഥലമാണ്. നമ്മളെ സംബന്ധിച്ച്, മലപ്പുറത്തെ സംബന്ധിച്ച് ഞങ്ങളെ ഏരിയകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് മേഖലകളും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയകളൊക്കെ ആയിട്ട് എപ്പോഴും ഒച്ചയും ബഹളവും സൗണ്ടും ആളുകളും വണ്ടികളും വാഹനം ഏറ്റവും കൂടുതൽ. ഇങ്ങോട്ട് ഈ റോട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ വാഹനങ്ങളെ ഉണ്ടാവാറുള്ളൂ, വെറുതെ ഓണങ്ങനെ അടിച്ച്. പക്ഷേ റോഡ് കുറച്ച് ചെറുത് ആയിട്ടും വളഞ്ഞവും തിരിവും കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമുള്ള റോഡുകളാണ്. പക്ഷെ വളരെ കുറഞ്ഞ, ഏറ്റവും ഞങ്ങളിന്ന് പോരുമ്പോൾ ചർച്ച ചെയ്യുകയുണ്ടായി. കാരണം ഇരുചക്ര വാഹനങ്ങൾ ഈ ഏരിയകളിൽ എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. കാരണം നമ്മളെ യാത്രകളിലൊന്നും നമ്മൾ പൊതുവെ ഇരുചക്ര വാഹനങ്ങൾ കാണാറില്ല, വളരെ എണ്ണപ്പെട്ട. നമ്മളെ പ്രദേശത്തൊക്കെ എടുത്ത് നോക്കി, എൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ 3 ആളറ്റുള്ളൂ വണ്ടി ഓടിക്കാൻ, 5 വാഹനം, 2 കാറും 3 ബൈക്കുമാണ്. അപ്പോൾ നമ്മളെ പ്രത്യേകിച്ച് മലപ്പുറത്ത് നമ്മളെ ഏരിയകളിലൊക്കെ എന്ന് പറഞ്ഞാൽ 2 വാഹനം അല്ലാത്ത ഒരു വീടുമില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്ത് 2 കാറാണ്, നമ്മളെ വർക്കും കാര്യമായിട്ട് പോകാൻ 2 കാറാണ്. അതിൻ്റെ പുറത്ത് 3 ബൈക്ക് ഇപ്പം നിലവിൽ വീട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ടുള്ളൊരു പ്രദേശം ഏരിയയൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ വന്ന ദിവസങ്ങളിലൊക്കെ ഒരു 5-6 മാസമൊക്കെ ആയിട്ടുണ്ടാവും ഇവിടെ വരൽ തുടങ്ങിയിട്ട് ഈ വന്ന ദിവസങ്ങളിലൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പം അത്ര നല്ല സ്ഥലങ്ങളും നല്ല കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പുതിയ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മൂസ CC. ഞാൻ മഞ്ചേരി മലപ്പുറം ആനക്കയം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇന്ന് സാധാരണ ഞാൻ ബസ്സിനാണ് വരൽ. ഇന്നിപ്പോൾ ഏതായാലും സിയാബ് ഞാൻ പോരാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നു. അപ്പോൾ അവിടെ ഒരു പള്ളിയിലൊരു മയ്യത്ത് നിസ്കാരമുണ്ട്, അപ്പോൾ അതിൽ പങ്കെടുക്കും വേണം. അപ്പോൾ ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ നിന്നു. പിന്നെ വീട്ടിലേക്കൊന്നും പോയില്ല. ഒക്കെ റെഡിയായി വന്ന് സിയാബ് വിളിച്ചു, വണ്ടി ഉണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ പോന്നു. അങ്ങനെയാണ് യാത്ര അവിടെ നിന്ന് തുടർന്ന് പോകുന്നത്. എല്ലാം ഹാപ്പി ആയിരുന്നു. മറ്റൊരു ബസ്, മറ്റേത് നമ്മൾ മലപ്പുറത്ത് വന്ന് മലപ്പുറത്ത് നിന്ന് വേറെ ബസ് വളാഞ്ചേരി കിട്ടൂല, ചിലപ്പോൾ 8 മണിക്കാണെങ്കിൽ കിട്ടും. ഇത് ഇപ്പോൾ ചെങ്കട്ടിക്കലൊക്കെ വന്നിട്ട് പിന്നെ വേറൊരു വണ്ടി കൂടി ഇങ്ങോട്ട് പോയി. പിന്നെ അതിൻ്റെ ശേഷം ഇവിടെ വളാഞ്ചേരി വന്നതിന് ശേഷം നമ്മളിങ്ങനെ അപ്പോൾ ഈ കിട്ടുന്ന വണ്ടികൾ ശരിക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ വണ്ടികൾ കുറവാണെങ്കിൽ ആ ഓണത്തിനൊന്ന് കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 3/4 മണിക്കൂർ വൈകി അവിടെ എത്തിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ യാത്രയുടെ കാര്യം പറയുന്നത്. പിന്നെ ഇവിടുത്തെ ക്ലാസ്സിനെ പറ്റി അതന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ. ഇവിടുത്തെ ക്ലാസ് മുമ്പത്തിലേറെ വളരെ ഗംഭീരമായിട്ടൊരു നല്ല സൗകര്യമുണ്ട്. ഇതിനെപ്പറ്റി തന്നെ ഇവിടുത്തെ നിൽക്കാതെ ഇവിടെ എത്തോളം അതിനെപ്പറ്റി സംസാരിച്ചതിൻ്റെ എല്ലാ കാര്യവും വളരെ ഉഷാറാണ്. ഇന്നിപ്പോൾ നമ്മളെ ഇതിൽ വോയിസിൽ കണ്ടത് 8-10 ആളുണ്ടാവുന്ന അതിൻ്റെ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇനിയും വരാനുണ്ടല്ലോ ആളുകളില്ലേ. അപ്പോൾ സാറ് ആദ്യം പറഞ്ഞിരുന്നത് 1 മണിയായിരുന്നു സമയം. നമ്മൾ 1 മണിക്കുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് നമ്മൾ. എന്താ അറിയോ, ഇപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ആർട്ട് ഓഫ് പാരൻറ്റിങ്ങിൻ്റെ പുസ്തകം പെരയിൽ കൊണ്ടുപോയി ചെയ്തത് പഠിച്ചും ചെയ്തുകൊണ്ട് പെരയിലെ പണി കുറച്ചെങ്കിലും ചെയ്ത് കൊടുക്കാതെ പോരാൻ പറ്റില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടിയില്ലേ. അപ്പോൾ അത് ഇതിൻ്റെ തന്നെ അത് ആ പുസ്തകം അവിടെ വെച്ചിട്ടുണ്ട്. അത് അവരെല്ലാവരും എൻ്റെ ഭാര്യനെ അഞ്ചെത്തി അവരൊക്കെ എടുത്ത് വായിച്ചിട്ട് പിന്നെ നമ്മളങ്ങനെ ഓടിപ്പോന്നെ ശരിയല്ലല്ലോ. അപ്പോൾ അവിടേക്കുള്ളത് ഏകദേശം തയ്യാറാക്കുമ്പോൾ നമുക്ക് 10-11 മണി ചിലപ്പോൾ സമയമാവും. ഇത് ഇന്നലെ രാത്രി തന്നെ ഞാൻ ഒരുങ്ങി. ഇന്ന് രാവിലെ ശരിക്കും പറയണമെങ്കിൽ 4-4:30 എണീച്ച് അപ്പം തുടങ്ങി ഓരോരോ പരിപാടികൾ ഒരുക്കി. ഇന്ന് 2 പണിക്കാരുണ്ട്. അല്ല, ഇത് ചെയ്യാഞ്ഞാൽ പിന്നെന്താ അറിയോ, നമ്മൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് വലിയ ക്ഷീണമാണ്. അപ്പോൾ അങ്ങനെ വരരുതെന്ന് എഴുതിയിട്ട് ഒരുമാതിരി പണികളൊക്കെ ഞാൻ ഒരുക്കി. വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഹാപ്പിയാണ്, നല്ല ഹാപ്പി ആയിട്ട് അങ്ങോട്ട് വന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാവും. ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഓരോരുത്തർ പറയുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് കാണുമ്പോഴാണ് നമുക്ക് ഒരു ആവേശം വരുന്നത്. കാരണം അവരൊക്കെ ഒരുപാട് തിരക്കുകൾ മാറ്റിവെച്ച് ഈ പ്രസംഗകല പരിശീലിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഇവിടെ വരുമ്പോൾ നമ്മളൊക്കെ അത്ര പോലും എഫേർട്ട് എടുക്കാതെ
മാറിപ്പോകുന്നു എന്ന ചിന്ത ഉള്ളിലെപ്പോഴും ഉണ്ടാകാറുണ്ട്. എൻ്റെ പേര് ബാലേന്ദ്രൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത എടരിക്കോട് സ്വദേശിയാണ്. ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നു. ഇന്നത്തെ യാത്രകളെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. വരുന്ന വഴി ഞാൻ ഇന്ന് ഒരു 10 മിനിറ്റ് പോലും സത്യം പറഞ്ഞാൽ ഒരു ഒഴിവ് കിട്ടാത്ത ഒരു തിരക്ക് പിടിച്ച യാത്രയിലായിരുന്നു ഇന്ന് രാവിലെ മുതൽ. കാരണം ഇന്നലെ എനിക്ക് നൈറ്റിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. കൊണ്ടോട്ടിയാണ് ഡ്യൂട്ടി ഉള്ളത്. ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു 6 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ മകന് IT ക്ലാസ്, അവനെ BPM കഴിഞ്ഞ് പിക്ക് ചെയ്ത് സ്കൂളിലാക്കി. അങ്ങനെ ഒരു തിരക്ക് പിടിച്ച യാത്രയുടെ ഇടയിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ബൈക്ക് ഉപയോഗിക്കാതെ ബസ്സിന് വന്നത്. അതുകൊണ്ട് കുറച്ച് വൈകി. പിന്നെ എനിക്കെപ്പോഴും ഇങ്ങോട്ടുള്ള യാത്ര ഒരു ഗ്രഹാതുരത്വം ഉണർത്തുന്നതാണ് എപ്പോഴും. കാരണം വെച്ചാൽ ഇപ്പോഴും ആ കൊല്ലംകോടിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന പോലെ വളാഞ്ചേരി വിട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രകൃതി രമണീയതയും നാട്ടും പ്രദേശവും എല്ലാം കൂടി കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകാറുണ്ട്. ഞാൻ എപ്പോഴും വിലയിരുത്താറുള്ളത് പൊതുവെ ഈ വളാഞ്ചേരിക്കൊപ്പം ഇങ്ങോട്ട് വരുമ്പോഴുള്ള ആളുകൾക്ക് ഒരു സംസാരത്തിലെ സൗമ്യതയും ആത്മാർത്ഥതയും ഒക്കെ